ബിജെപി നേതാവ് ശ്രീ പി സി ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ പി സി, എന്താണ് ഈ ദല്ലാൽ നന്ദകുമാറിന്റെ ഈ ആരോപണത്തിന് പിന്നിലെന്നാണ് താങ്കൾ സംശയിക്കുന്നത്? എനിക്കൊരു തമാശയായിട്ടാ തോന്നിയത്. കാരണം 2013 ഈ സംഭവം 25 ലക്ഷം മേടിച്ചത് ഈ നന്ദകുമാർ പറയുന്നത്. 2013 അനിൽ ആന്റി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് കൊള്ളയാത്തില്ല ഞങ്ങൾ പറയുന്നത്. ഞാൻ എത്ര കൊല്ലമായിട്ട് പറയുന്നു, BJP എത്ര കൊല്ലമായിട്ട് പറയുന്നു കോൺഗ്രസ് കൊള്ളയാണ്. ആ കൊള്ള കൊണ്ടല്ലേ ഇപ്പൊ 10 വർഷമായിട്ട് മോദി ഭരിക്കുന്നു. അതിന് മുമ്പ് മുഴുവൻ കൊള്ളയല്ലായിരുന്നു. അപ്പൊ 2013 എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ കൊള്ളയാണ്. അതിനകത്ത് കോൺഗ്രസ്സുകാർ മോട്ടിച്ചു. കോൺഗ്രസ്സുകാർ മോട്ടിക്കുന്നതിനകത്ത് അനിൽ ആന്റി ഉണ്ടായിരുന്നു എന്ന് AK ആന്റണി പറയട്ടെ. AK ആന്റണി ആണല്ലോ ഇപ്പോ അതിന് പറയാൻ ബാധ്യതപ്പെട്ട ആള്. പുള്ളി പറയട്ടെ, തന്റെ മകൻ മോട്ടിച്ചോ? എന്റെ മകൻ മോട്ടിച്ചു എന്ന് ആന്റണി പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചേക്കാം. എനിക്കൊരു വിരോധമില്ല. അതായത് ഈ BJPയെ സംബന്ധിച്ചിടത്തോളം അനിൽ ആന്റിയുടെ കാര്യത്തിൽ ഈ ഒരു കൊല്ലത്ത് ഉത്തരവാദിത്തം ഞങ്ങൾക്കുള്ളൂ. BJP ചേർന്ന് കഴിഞ്ഞ് അയാൾ ആരോടെങ്കിലും 1 രൂപ ചോദിക്കാനെങ്കിലും ശ്രമിച്ചു എന്ന് ഒരാരോപണം കൊണ്ടുവന്നാൽ ഇവരെ അന്നേരം അനിൽ ആന്റി സ്ഥാനാർത്ഥി വരെ പിൻവലിച്ചേക്കാൻ മതിയോ? ഞാൻ വെല്ലുവിളിക്കുകയല്ല. എനിക്ക് നല്ല ബോധ്യമുണ്ടാവും ചെറുപ്പക്കാരനെ. നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോ അവനെ അടിച്ചു കൊന്നേക്കാന്ന് വിചാരിച്ച് ഇറങ്ങിത്തിരിക്കുന്ന മര്യാദയാണോ? ഏതായാലും കോൺഗ്രസ്സുകാരെ ഉത്തരം പറയേണ്ടത് 2013 കൈക്കൂലി മേടിച്ചോ? PJ കുര്യൻ ഉമ്മൻചാണ്ടിക്കെതിരായിരുന്നല്ലോ. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ അനിൽ നമ്മളെ നന്ദകുമാർ ക്രൈമല്ല, നമ്മളെ ഷേഡി ക്യാരക്ടർ നന്ദകുമാർ. ഇത് അറിഞ്ഞ PT തോമസിന്റെ ഭാര്യ, മരിച്ചുപോയ PT തോമസ് MLA ഭാര്യ. എത്രയോ നല്ല സ്ത്രീയാണ്. അവരെന്താ പറഞ്ഞത്? ഇതിൽ അനിൽ ആന്റണി നിരപരാധിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. വലിയൊരു കള്ളമാണ് ഇയാൾ പറഞ്ഞത്. ഇയാൾ കോൺഗ്രസ്സുകാരനാണ്. ആര്? ഈ നന്ദകുമാർ എന്ന് പറയുന്ന ആള് കോൺഗ്രസ്സുകാരനാണ്. എനിക്ക് ചെറുപ്പം പോലെ അറിയാം. അയാൾ വേറൊരു പേരിൽ അയാളെ വിളിക്കുന്നത്. അയാൾ പറഞ്ഞ മുഴുവൻ നുണയാണ് എന്ന് പച്ചക്ക് PT തോമസിന്റെ പാർട്ടി പറഞ്ഞല്ലോ. പിന്നെന്താ പ്രശ്നം? അല്ല, ഈ നന്ദപ്പൻ എന്നാണ് വിളിച്ചത് ഉമ്മാ തോമസ്. ഈ നന്ദപ്പൻ എന്ന് പറയുന്ന ദല്ലാൽ നന്ദകുമാർ അത്ര പാവമാണോ? താങ്കൾക്ക് നല്ല പരിചയമുള്ള ആളാണല്ലോ. എന്തോ കേട്ടില്ല. താങ്കൾക്ക് നല്ല പരിചയമുള്ള ആളാണല്ലോ ഈ ദല്ലാൽ നന്ദകുമാർ. അത്ര പാവമാണോ? ആണെന്ന് അവനെ മര്യാദിപ്പിച്ചു വിട്ടതല്ലേ. അവൻ ആരാ സാധനമൊന്നും. അവനെ എന്നെ VS മുറി വെച്ച് ഇവൻ അവിടെ പറഞ്ഞത് ഇവനെ ഓടിക്കാൻ. അത് VS ഓടിച്ചവനെ. അതിനെന്നോട് ഇവന് വൈരാഗ്യം ഉണ്ടായിരുന്നു. ഇവന്റെ ക്ഷേത്രത്തിൽ ഒരു ഉത്സവമാണ്. അതിന്റെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എന്നോട് ചെല്ലണമെന്ന് പറഞ്ഞു. ഇവന്റെ അമ്മയെ കൊണ്ടും വിളിപ്പിച്ചു. ഞാനത് നേരി വിശ്വസിച്ച് ഒരു ക്ഷേത്രം അല്ലെങ്കിൽ അവിടെ ചെന്ന് ഞാൻ ഇപ്പഴേ ഇറങ്ങിയിട്ട് ഞാൻ നടന്ന ഇവന്റെ വീടിന്റെ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പം അവിടെ ഒരു മുസൽമാൻ അവിടെ ഈ ചായയും ബോണ്ടായും ഒക്കെ കൊടുത്തോണ്ടിരിക്കുക. ഞാൻ അയാളോട് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പം അവിടെ എനിക്ക് മനസ്സിലായി ക്ഷേത്രത്തിൽ വന്ന് പോകുന്നവരെല്ലാം ചായ കൊടുക്കുന്ന ഈ മുസൽമാന്റെ കടയാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ അഭിനന്ദിക്കുകയും ചെയ്തു. സാംസ്കാരിക സമ്മേളനം തുടങ്ങി ഉദ്ഘാടനമായിട്ട് എന്നെ വിളിച്ചപ്പോ ആ മൈക്കിന്റെ മുന്നെ കൊണ്ടുവന്നൊരു കള്ളാസ്യം വെച്ചു. ഇത് നോക്കി പറയണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിച്ചു നോക്കിയപ്പോൾ മുസ്ലിം വിരുദ്ധത മാത്രവും വൃത്തികേടുമാണ്. മനസ്സിലായില്ലേ? ഞാൻ അതിന് ഒരു വാക്ക് പോലും പറയാതെ ഏതാ പ്രസംഗം. ഞാൻ ആ മുസ്ലിം സഹോദരനെ വലിയ അഭിനന്ദിച്ചു. ഇത് ഹിന്ദു ഈ മുസ്ലിം കേന്ദ്രമായിട്ട് ഇതിനെ കാണുന്നു. അമ്മയെപ്പറ്റി നല്ലത് പറഞ്ഞു. ഇങ്ങനെ ഒരു ക്ഷേത്രം നടത്തുന്നതിനെ പറ്റി നല്ല പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങോട്ട് പോന്നു ഉദ്ഘാടിച്ചേച്ച്. ഞാൻ പറഞ്ഞു അവിടെ ഇരുന്ന് ഞാൻ പ്രസംഗിച്ചില്ലല്ലോ. രണ്ടാം പക്കം സിറ്റി കമ്മീഷൻ എന്നെ പോലെ വിളിക്കുന്നു. അവിടെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് വർഗീയ വികാരം ഉണ്ടാക്കാൻ വർഗീയലാഭത്തോട് ശ്രമിച്ചെന്നും പറഞ്ഞ് ഒരു മൊഴി കിട്ടി കേസെടുത്തിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നല്ലതായി, എന്നാൽ തന്നെ പിടിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു, എളുപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് ഐസൻ കമ്മീഷനെ വിളിച്ചു. ഐസൻ കമ്മീഷൻ വിളിച്ചോ? ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ട് കൊണ്ടുവരാൻ എളുപ്പമുണ്ടല്ലോ. ഞാൻ അവിടെ ആയിരക്കണക്കിന് ആളും കൂടിയെന്ന് കമ്മീഷൻ എത്തിച്ച് മൈക്ക് വെച്ച് കേൾക്കാൻ പറഞ്ഞു. അത് ഞാൻ ടേപ്പ് എടുക്കാൻ പറഞ്ഞു. ടേപ്പ് എടുത്ത് കേട്ടപ്പോൾ ഐസൻ കമ്മീഷൻ ദൈവമേ ഇതിനകത്ത് ഒരു വൃത്തികേടും പറഞ്ഞിട്ടില്ലല്ലോ, ഇതെന്താ കേസെടുക്കുന്നത്? ആള് ചൂടായി. താഴെ ഉദ്യോഗസ്ഥന്മാരല്ല പരാതി എടുക്കാൻ പറ്റും. പരാതി എടുത്തപ്പോൾ ഏതാണെന്നറിയാമോ? ഞാൻ പ്രസംഗിക്കുന്നതിന് മൈക്കിന് മുന്നേപ്പോ എന്റെ അടുത്ത് കൊണ്ടുവച്ച നന്ദകുമാർ കൊണ്ടുവച്ച കടലാസില്ലേ എഴുതിയ കാര്യങ്ങൾ, ഈ വൃത്തികൾ അതെല്ലാം കൂടെ വെച്ചിരിക്കുക. അത് വെച്ച് ഞാൻ പ്രസംഗിച്ചെന്ന് വിചാരിച്ച കേസ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവൻ നേരത്തെ തന്നെ എന്നെ കൊടുക്കാൻ തീരുമാനിച്ച് കൊണ്ടുവന്ന് അതിന്റെ പേര് കേസെടുപ്പിക്കാനാണ് നോക്കിയത്. പൊളിഞ്ഞുപോയി. അവൻ അത്ര വൃത്തികെട്ടവനാണ്. സൂക്ഷിച്ചില്ല അവൻ എന്തും ചെയ്യും.
അപ്പോൾ ഈ നന്ദകുമാറിന്റെ പിന്നിൽ അല്ല ഇപ്പോൾ അനിൽ ആന്റണിക്കെതിരെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിന് പിന്നിൽ ആരെങ്കിലും ഉള്ളതായിട്ട് താങ്കൾ സംശയിക്കുന്നുണ്ടോ ശ്രീ പി സി ജോർജ്? ഇതിന്റെ പിന്നിൽ മിക്കവാറും കേട്ടോ പി ജെ കുര്യൻ ഉണ്ടെന്ന് ഉറപ്പാണല്ലോ. പി ജെ കുര്യനാണ് ഈ നന്ദന്റെ ആള്. പിന്നെ നന്ദകുമാറിന്റെ ആളെ കേട്ടോ ഈ നമ്മളെ ഇതിനകത്ത് രണ്ട് പ്രശ്നമുണ്ട്. ഈ നന്ദകുമാർ എല്ലാവരുമായിട്ടും കമ്പനിയാണല്ലോ. അവരൊരു വേന്ദ്രനാണ്. ഈ നമ്മളെ ഇ.പി. ജയരാജനുമായിട്ട് വളരെ അടുപ്പമാണ്. ഏതാണ്ട് ബിസിനസ് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ഇ.പി. ജയരാജന്റെ അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇ.പി. ജയരാജൻ ചോദിച്ചാൽ അറിയാം. ഏതാണ്ട് ബിസിനസ് ബന്ധമുണ്ടെന്നാണ് അന്ന് ഇവൻ പറഞ്ഞൊരു ഓർമ്മ വെച്ചാണ് ഈ പറയുന്നത്. പി ജെ കുര്യനായിട്ടും വളരെ അടുപ്പാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരൊരു കോൺഗ്രസ്സുകാരനുമാണ്. അതുകൊണ്ട് എന്താന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോ. എനിക്ക് അഭിപ്രായം തിരിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഈ പറയുന്ന ഈ 2013 കാലത്ത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മളും സംശയിച്ചു പോകില്ലേ ദല്ലാൽ നന്ദകുമാർ ഇങ്ങനെ പറയുമ്പോൾ? എന്തായാലും എ.കെ. ആന്റണി ഇക്കാര്യത്തിൽ നിരപരാധിയാണ്, സംശുദ്ധനാണ് എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് തർക്കമില്ലല്ലോ. താങ്കൾ അങ്ങനെ ഒരു ആരോപണം ആന്റണിക്കെതിരെ ഉന്നയിക്കുമോ? ആന്റണി അറിയാതെ നടക്കുവോ അങ്ങനെ ഒരു സംഭവം? ആന്റണിയുടെ മകന് ആന്റണിയുടെ പേര് പറഞ്ഞ് ജന മരിച്ച് ഇയാളെ പേര് പറഞ്ഞ അനുസരിച്ച് കാശ് മേടിച്ച് ആളെ വെച്ചിരുന്നെങ്കിൽ ആന്റണിയും കള്ളനാണ്, അനിൽ ആന്റണിയും കള്ളനാണെന്ന് ഞാൻ പറഞ്ഞേനെ. ഇതില്ലല്ലോ, ഉണ്ടായില്ലല്ലോ. ഇയാളെ പറഞ്ഞ് ഇങ്ങനെ പേര് പറഞ്ഞ് കാശ് കിട്ടി അത് കാശ് കൊടുത്തെങ്കിലും നടന്നില്ല. അപ്പൊ അത് ഇപ്പം പറഞ്ഞ് നടന്നില്ലെന്ന് ഉറപ്പാണല്ലോ. അപ്പൊ പിന്നെ ഒരു കാശ് പിടിക്കേണ്ട കാര്യം. അങ്ങനെ വരുമ്പോൾ അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന ആന്റണി അക്കാര്യത്തിൽ ശുദ്ധനാണ്. പക്ഷേ അനിൽ ആന്റണി സംശയത്തിന്റെ നിഴലിലാണ് നിൽക്കുന്നത്. അതാണ് ഇവിടെ ഈ കോൺഗ്രസ് വക്താവായ വസന്ത് തെങ്ങുംപള്ളി ഇവിടെ സംസാരിച്ചിരുന്നു. അദ്ദേഹവും ഇക്കാര്യം തന്നെയാണ് യാതൊരു സംശയമില്ല അത് കളവാന്നുള്ളത്. എന്താന്ന് ചോദിച്ചാൽ പി.ടി. തോമസിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ പരിശുദ്ധയായ ഒരു സ്ത്രീയാ. അവര് വളരെ വ്യക്തമായി പറഞ്ഞു ഇതിൽ അനിൽ ആന്റണി നിരപരാധിയാണ്. വെറുതെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, 11 കൊല്ലമായി ഇവരെ മിണ്ടാതിരുന്നത്. 2013 ഈ 11 കൊല്ലം ഇവരെന്നാ മിണ്ടാതിരുന്നത്? അതിന് മറുപടി ഞാൻ പറയട്ടെ, കേൾക്കട്ടെ, എന്താണെന്ന് അറിയണമല്ലോ. ഇത്ര പിന്നെ കുഴപ്പമാണെങ്കിൽ ഞാൻ ചോദിച്ചാൽ അനിൽ ആന്റണി നേരത്തെ ഉണ്ടോ ഡൽഹി ഉണ്ടെന്ന് മാത്രമല്ല ബി.ജെ.പി. ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് അവനെ നോമിനേറ്റ് ചെയ്തതല്ലേ? അവനെ നോമിനേറ്റ് ചെയ്തപ്പോൾ അന്നേരം പറയണ്ട ഇവൻ കള്ളനാണ് ഇങ്ങനെ കാണിച്ചത് പറയാത്ത എന്താ? സ്ഥാനാർത്ഥിയായപ്പോൾ മാത്രം പറയുന്ന കാര്യം എന്താ? അപ്പൊ അവനിവിടെ സ്ഥാനാർത്ഥിത്വം ആരും ഒരാൾ ജയിക്കണം അവന് കൂടെ ഉദ്ദേശമുണ്ട്. ആ ജയിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയാണ് ഈ വൃത്തികേട് പറയുന്നത്. അത് ക്ലിയർ അല്ലേ?